എന്തൊരു സ്നേഹാ നമുക്ക് എല്ലാവർക്കും സാറിനോട്. ഇനി വേണോ? കഴിച്ചോണ്ട് സാർ വെള്ളം ഇല്ല. അയ്യോ അതൊന്നും എടുത്തില്ലേ? വെള്ളം ഇരിക്കുന്നുണ്ടോ? എന്ത് വെച്ചല്ലേ? ടെൻഷനായി പോയി എല്ലാം കൂടെ കുത്തിക്കയറ്റി ഇങ്ങനെയല്ലേ. സാറിന് പണ്ട് കേക്കിനോട് ഒരു ആക്രാന്തം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. നമ്മളുടെ 2 പുലിക്കുട്ടികൾ ഹൈദരാബാദിലേക്ക് പോവുകയാണെന്ന്. അതെ, നമ്മുടെ 2 പുലിക്കുട്ടികൾ അമൽ സാറും ടോം സാറും. അവർ എന്തിനാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത്? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജെസ്സിയും ടോമും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ക്രിസ്റ്റീനയും കൂടെ ചേർന്നിട്ടാണ് കൃത്യസമയത്ത് ഈ പ്രൊജക്റ്റിനെ തീർത്തതെങ്കിലും ഇതിനകത്ത് ഒരു റോളും ഇല്ലാത്ത അമൽ സാറും ഈ പ്രൊജക്റ്റിനായിട്ട് ടോമിന്റെ കൂടെ ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്. എന്താ അമ്മ, ഞാൻ തിരിച്ചു വരുമ്പോഴേ മംഗലാപുരം ഓഫീസിൽ വിളിച്ചിട്ട് ജെൻസിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യം സംസാരിക്കുന്നവരെ ഓർമ്മിപ്പിക്കണേ. അല്ല സാർ ഇപ്പൊ തന്നെ വേണേ വിളിക്കാം. അതല്ലേ എന്താണ് അമ്മ, ഒരാൾ ഇവിടെ ആധികാരികമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഫോണിലൊക്കെ എടുത്ത് നോക്കുന്നത്? ഇവിടെ വെക്കൂ, മാനേഴ്സ് കാണിക്കണ്ടേ? ബാക്കി പറ. നമ്മളുടെ അമൽ സാർ ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ഈ പ്രൊജക്റ്റിനകത്ത് ഒരു റോള് വഹിച്ചിട്ടില്ലെങ്കിലും സാറ് വളരെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാണ്. അല്ലേ അല്ലേ ജെസ്സി? അതെ അതെ, അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇല്ല, അമൽ സാർ പണ്ടേ വഹിക്കാൻ വളരെ മിടുക്കനാണ്. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സാർ ഓക്കെ അല്ലേ? സാർ ഇതുവരെ ഓക്കെ അല്ലേ? സാർ പോകാൻ ടൈം ആയില്ലേ? ആയി വരുന്നു. അതെ, അപ്പോൾ ഞാൻ അധികമായി പറഞ്ഞ് ദീർഘിക്കുന്നില്ല. നമ്മളുടെ അമൽ സാറിനെ 2 വാക്ക് പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ നമ്മുടെ ഈ കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാഫുകളാണ്. കാരണം നിങ്ങളില്ലെങ്കിൽ ഈ കമ്പനി ഇല്ല. സാറ് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, നമ്മളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് സാറ് ഈ കമ്പനി ഒറ്റയ്ക്ക് നടത്തുന്നല്ലേ? സാർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിക്കുമ്പോഴത്തേക്ക് നീ അതിൻ്റെ ഇടയിൽ കൂടെ ഇടകൊള്ളിടാതെടാ. സാർ പറ സാറേ. അതായത് ഇപ്പോൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചത് ജെസ്സിയും പിന്നെ ക്രിസ്റ്റീനയുമാണ്. അവർക്ക് 2 പേർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ടോം ആണല്ലോ എന്നെ മുന്നിൽ നിന്ന് നയിച്ചത്. ടോമിന് എൻ്റെ വക അഭിവാദ്യങ്ങൾ. അതെന്താ സാർ, ക്രിസ്റ്റീനയ്ക്കും ജെസ്സിക്കും അഭിനന്ദനങ്ങളും ടോമിന് അഭിവാദ്യങ്ങളും? അത് ശരിയാ സാർ, ജെൻഡർ ഇക്വാളിറ്റി വേണം അല്ലേ? റൈസസും കൂടെ പറയും, അതും കൂടെ പറയാനുള്ളൂ. എവിടെ പറഞ്ഞു വേണമെങ്കിൽ കയറി പോകണം എല്ലാം കൂടെ. അപ്പം ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ഹൈദരാബാദിൽ പോയി പ്രോജക്റ്റ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതെ സാർ, ഞാൻ ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിക്കോളാം. സാറിന് എൻ്റെ വിധ എല്ലാ അനുഗ്രഹങ്ങളും. സാർ അടുത്ത പ്രോജക്റ്റ് നമുക്ക് ഇവിടെ വെച്ച് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലേ? അതിന്റെ കാര്യങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം. അടുത്ത പ്രോജക്റ്റ് എവിടെയാണെങ്കിലും ഞാനും ടോമണൻ്റെ കൂടെ പോകാം സാറേ. അതിന് ഹൈദരാബാദ് ആണെങ്കിലും മൈസൂർ ആണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും. അതിൻ്റെ ഒരു ആവശ്യമില്ല സാർ, എന്തിനാ വെറുതെ കമ്പനിയുടെ പൈസ കളയുന്നത്? ഇവിടെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. പ്രോജക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് എവിടെ പോകണമെന്നും ഇതുപോലുള്ള യാത്രകൾ ഇനിയും വരുമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പം അമ്മയെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഉറപ്പായിട്ടും സാർ, ഞാൻ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ടോമിന് എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല, നമ്മൾ പോയിട്ട് വരാം. അപ്പം എല്ലാവരുടെയും പറഞ്ഞ പോലെ സപ്പോർട്ടൊക്കെ വേണം. ശരി, ഓക്കെ ട്ടോ.